ഹായ് ഫ്രണ്ട്സ്, ലോഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അഡോപ്ഷൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അതിൽ തന്നെ നമ്മൾ ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് 1956 സെക്ഷൻ 11 മുതൽ സെക്ഷൻ 17 വരെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെക്ഷൻ 11 അതർ കണ്ടീഷൻസ് ഫോർ എ വാലിഡ് അഡോപ്ഷൻ ആണ് പറയുന്നത്. ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അഡോപ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു മകനോ അല്ലെങ്കിൽ മകൻ്റെ മകനോ ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ടായിട്ട് സെക്ഷൻ 11 പറയുന്നത്. പിന്നീട് വരുന്നത്, അതുപോലെ ഈ അഡോപ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു മകളോ മകളുടെ മകനോ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിലും ഇവിടെ ഒരു വാലിഡ് അഡോപ്ഷൻ നടക്കില്ല എന്നാണ് പറയുന്നത്. അടുത്ത് വരുന്നത് ഏജ് ഡിഫറൻസ് ആണ്. അതായത് ഒരു മെയിൽ ആയിട്ടുള്ള ഒരാൾ ഒരു ഫീമെയിൽ ചൈൽഡിനെ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് 21 വയസ്സായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരാൾ ഒരു മെയിൽ ചൈൽഡിനെയാണ് അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിലും ഇവിടെ സെയിം ആയിട്ട് 21 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. സെക്ഷൻ 11 തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ്, അതായത് ഒരേ സമയം ഒരു കുട്ടീനെ ഒന്നിൽ കൂടുതൽ പേർക്ക് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് ഒരാളുടെ പേരിൽ മാത്രമേ നമുക്ക് കുട്ടീനെ അഡോപ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂ. ഇപ്പോൾ ഒരു അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ കുട്ടീനെ അഡോപ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. അതായത് ഒരു സമയത്ത് ഒരാളുടെ പേരിൽ മാത്രമേ കുട്ടീനെ അഡോപ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂ എന്നുള്ളതാണ് സെക്ഷൻ 11 പറയുന്ന വേറൊരു കാര്യം. പിന്നീട് വരുന്നത് നമ്മുടെ ഈ ഒരു അഡോപ്ഷൻ്റെ ഈ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടിയുടെ പാരൻറ്റേജ് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് ബർത്ത് ഫാമിലിന്ന് നമ്മുടെ പാരൻറ്റേജ് ട്രാൻസ്ഫർ ചെയ്തിട്ട് അഡോപ്റ്റഡ് ഫാമിലിയിലേക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം ഈ അഡോപ്ഷൻ്റെ ഉദ്ദേശമായിട്ട് ഉണ്ടാവാറ്. അല്ലാതെ വേറൊരു കാര്യം, ഈ പാരൻറ്റേജ് ട്രാൻസ്ഫർ ചെയ്യാന്നല്ലാതെ വേറൊരു കാര്യവും ഇതിൻ്റെ ഉദ്ദേശമായിട്ട് ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്നാണ് സെക്ഷൻ 11 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 12 എഫക്റ്റ് ഓഫ് അഡോപ്ഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു അഡോപ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലീഗൽ സ്റ്റാറ്റസ് ആണ് സെക്ഷൻ 12 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ 12 പറയുന്നത്, ഒരു അഡോപ്ഷൻ കഴിയുന്നതോട് കൂടിയിട്ട് ആ കുട്ടിയുടെ പാരൻസ്, അതായത് പാരൻസ് അഡോപ്റ്റഡ് പാരൻസ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടും. അതായത് ലീഗലി ആ കുട്ടിയുടെ പാരൻസ് എന്ന് പറയുന്നത് ഈ അഡോപ്റ്റഡ് പാരൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ അഡോപ്ഷൻ കഴിയുന്നതോട് കൂടിയിട്ട് കുട്ടിക്ക് ബർത്ത് ഫാമിലിയിലുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കും. അതായത് പിന്നീട് ആ ബർത്ത് ഫാമിലിയുമായിട്ട് കുട്ടിക്ക് ഒരു ബന്ധവും ഉണ്ടാവില്ല. അവിടുത്തെ ടൈസ് ഒക്കെ സെവറൈൻ ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കുട്ടിക്ക് ആ ഫാമിലിയായിട്ട്, അതായത് കുട്ടി ജനിച്ച ഫാമിലിയായിട്ട് മാരേജ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അതായത് ആ ഫാമിലിയിലുള്ള ആരെയും, കുട്ടി ജനിച്ച ഫാമിലിയിലുള്ള ആരെയും കുട്ടിക്ക് പിന്നീട് കല്യാണം കഴിക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ ഈ അഡോപ്ഷന് മുന്നേ കുട്ടി ജനിച്ച ഫാമിലിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്തിട്ട് കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി ഒന്നും തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ കുട്ടിക്ക് കണ്ടിന്യൂ ചെയ്തിട്ട്, അതായത് ബിലോങ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് പിന്നീട് സെക്ഷൻ 12 പറയുന്നത്. അതുപോലെ തന്നെ കുട്ടി വരുമ്പോഴേക്ക് ഈ അഡോപ്റ്റഡ് ഫാമിലിയിലുള്ള സ്വത്തുക്കളൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് അവരുടെ ബാക്കിയുള്ള കുട്ടികൾക്കോ മക്കൾക്കോ ആർക്കെങ്കിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവരുടെ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇത് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് എനിക്ക് തരണം എന്ന് പറയാനുള്ള അവകാശം കുട്ടിക്കില്ല. അതായത് കുട്ടീനെ അഡോപ്റ്റ് ചെയ്ത് എടുക്കുമ്പോഴേക്ക് ഈ അഡോപ്റ്റഡ് ഫാമിലിയിലുള്ള സ്വത്തൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഇത് കുട്ടിക്ക് റൈറ്റ് ഇല്ല എന്നുള്ളതാണ് സെക്ഷൻ 12 പറയുന്നത്. പിന്നീട് സെക്ഷൻ 13 വരുന്നത് റൈറ്റ് ഓഫ് അഡോപ്റ്റഡ് പാരൻസ് ടു ഡിസ്പോസ് ദെയർ പ്രോപ്പർട്ടീസ് ആണ്. അതായത് അഡോപ്റ്റഡ് പാരൻസിന് അവരുടെ പ്രോപ്പർട്ടീസ് സെല് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ തന്നെ ഡിസ്പോസ് ചെയ്യാനും ഉള്ള അവകാശമുണ്ട്. അതായത് അവരുടെ ലൈഫ് ടൈമിനുള്ളിൽ അവരുടെ എപ്പോൾ വേണമെങ്കിലും ത്രൂ വില്ലായിട്ടോ അല്ലെങ്കിൽ ലൈഫ് ടൈമിനുള്ളിലോ സെല്ലിങ്ങോ ട്രാൻസ്ഫറോ അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടീസ് ഡിസ്പോസ് ചെയ്യുകയോ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് സെക്ഷൻ 13 പറയുന്നത്. അടുത്ത വരുന്നത് സെക്ഷൻ 14 ആണ്. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് സെക്ഷൻ 14 എന്താണെന്ന് നോക്കാം. സെക്ഷൻ 14 പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് അഡോപ്റ്റീവ് മദർ ഇൻ സെർട്ടൈൻ കേസസ് ആണ്. അതായത് ആരാണ് കുട്ടിയുടെ അഡോപ്റ്റഡ് മദർ എന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു ഇതാണ്. അതായത് ഇപ്പോൾ ഒരു ഹിന്ദു ആയിട്ടുള്ള മെയില് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ആ ഭാര്യേനെ ആയിരിക്കും കുട്ടിയുടെ അഡോപ്റ്റഡ് മദർ ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നീട് ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ കല്യാണം കഴിഞ്ഞ മെയിലിന് മൾട്ടിപ്പിൾ വൈഫ്സ് ഉണ്ടെങ്കിൽ സീനിയർ മോസ്റ്റ് വൈഫിനെ ആയിരിക്കും നമ്മൾ അഡോപ്റ്റഡ് മദർ ആയിട്ട് കൺസിഡർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഹിന്ദു ലോ പ്രകാരം പുരുഷന്മാർക്ക് കൂടുതൽ ഭാര്യമാരുണ്ടാവുകയാണെങ്കിൽ അത് ബൈഗമ്യം ആവില്ലേ എന്ന്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സെക്ഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1955 ഹിന്ദു മാരേജ് ആക്ട് വന്നത്. 1956 ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ടും വരുന്നത്. അപ്പോൾ ഈ 1955 മുന്നേ കല്യാണം കഴിച്ചവർക്കൊക്കെ
മേ ബി ഇങ്ങനെ വൈഫുമാരുണ്ടാവാൻ വേണ്ടി ചാൻസ് ഉണ്ട്, അതായത് മൾട്ടിപ്പിൾ വൈഫ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് കൊണ്ടുവരുമ്പോൾ അവിടുത്തെ സീനിയർ മോസ്റ്റ് വൈഫിനെ നമ്മൾ ഈ അഡോപ്റ്റഡ് വൈഫായിട്ട് അല്ലെങ്കിൽ അഡോപ്റ്റഡ് മദറായിട്ട് കൺസിഡർ ചെയ്യുമെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വരുന്നത് ബാച്ചിലർ ആയിട്ടുള്ള ഒരാളാണ് അഡോപ്റ്റ് ചെയ്യുന്നെങ്കിൽ അയാൾ പിന്നീട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭാര്യനെ നമുക്ക് അഡോപ്റ്റഡ് മദറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ പറയുന്നത് നമുക്ക് ആ ഭാര്യനെ അഡോപ്റ്റഡ് മദറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ സ്റ്റെപ്പ് മദറായിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അൺമാരീഡ് ആയിട്ടുള്ള വുമൻസ് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ആ വുമൺ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹസ്ബൻഡിനെ സ്റ്റെപ്പ് ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലാതെ അഡോപ്റ്റഡ് ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ സെക്ഷൻ 15 വരുന്നത് അഡോപ്ഷൻ നമുക്ക് ഒരിക്കലും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാരണമാണ്. അതായത് ഇപ്പോൾ ഒരു കുട്ടി വളർന്ന് വലുതായാലും കുട്ടിക്ക് സ്വന്തം ഫാമിലിയിലോട്ട് തിരിച്ചു പോകണമെന്ന് തോന്നിയാൽ പോലും ഒരിക്കൽ അഡോപ്ഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നീട് അതൊരിക്കലും ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നതാണ് സെക്ഷൻ 15 പറയുന്നത്. സെക്ഷൻ 16 ഡിസ്കസ് ചെയ്യുന്നത് അഡോപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് കോർട്ടിൽ നിന്ന് വരുന്ന ഡോക്യുമെന്റിൽ 2 പാർട്ടീസും സൈൻ ചെയ്യുന്നതോട് കൂടെയാണ് നമുക്കൊരു അഡോപ്ഷൻ വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതായത് ആ ഡോക്യുമെന്റിൽ 2 പാർട്ടീസും, അതായത് കുട്ടിയുടെ ബയോളജിക്കൽ ഫാമിലിയിലുള്ള പാർട്ടീസും അതുപോലെ തന്നെ അഡോപ്റ്റഡ് ഫാമിലിയിലുള്ള പാർട്ടീസും സൈൻ ചെയ്യുന്നതോടുകൂടി അഡോപ്ഷൻ കംപ്ലീറ്റ് ആവും എന്നുള്ളതാണ്, അഡോപ്ഷന്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും എന്നുള്ളതാണ് സെക്ഷൻ 16 പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലീഗൽ വാലിഡിറ്റിക്ക് വേണ്ടിയിട്ട് പിന്നീട് നമുക്ക് ഈ ഡോക്യുമെന്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അഡോപ്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് സെക്ഷൻ വരുന്നത് സെക്ഷൻ 17 ആണ്. 17 പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് സെർട്ടൈൻ പേയ്മെന്റ്സിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ ഒരിക്കലും അഡോപ്ഷൻ നടത്തുന്നത് ഒരു കൊമേഴ്ഷ്യൽ ഗെയിനിന് വേണ്ടിയിട്ട് ആവാൻ വേണ്ടി പാടില്ല എന്നതാണ് സെക്ഷൻ 17 പറയുന്നത്. അതായത് ഈ നിങ്ങളുടെ കുട്ടീനെ ഞാൻ വാങ്ങിച്ച എനിക്ക് നിങ്ങൾ ഇത്ര പൈസ തരണം എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും റിവാർഡ് തരണമെന്നോ പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു കൊമേഴ്ഷ്യൽ ഗെയിനിന് വേണ്ടിയിട്ട് അഡോപ്ഷൻ നടത്താൻ വേണ്ടി പാടില്ല എന്നതാണ് പറയുന്നത്. ഇനി അങ്ങനെ ഒരു അഡോപ്ഷൻ നടത്തുകയാണെങ്കിൽ അപ് ടു 6 months ഇംപ്രിസൺമെന്റും ഫൈനും അതുപോലെ തന്നെ ബോത്തും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പണിഷ്മെന്റ് കിട്ടും എന്നുള്ളതാണ് സെക്ഷൻ 17 പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അഡോപ്ഷന്റെ പാർട്ട് 2 വീഡിയോ ആണ്. ഇതിൽ നമ്മൾ സെക്ഷൻ 11 മുതൽ 17 വരെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ താങ്ക് യു.